ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് ഗോതമ്പൊടി വെച്ചൊരു പലഹാരമാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമുക്ക് 1 കപ്പ് ഗോതമ്പൊടി വേണം. അപ്പോൾ ആദ്യം ഇതൊന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വറുത്തെടുക്കാം. കളറൊന്നും അധികം മാറേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം, ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് മറ്റൊരു പാൻ എടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ജീരകം ഒന്ന് മൂത്തതിന് ശേഷം 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഈ റെസിപ്പിക്ക് നമ്മൾ വേറെ എരിവൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ പച്ചമുളക് തന്നെയാണ് ഇതിൻ്റെ എരിവ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പച്ചമുളക് നോക്കി ചേർത്താൽ മതി. പിന്നെ നമുക്കൊരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള കുറച്ചധികം തന്നെ ചേർക്കണം. ഇനി ഇതിലോട്ട് ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർക്കാം. ക്യാരറ്റും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് വഴണ്ടതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. തേങ്ങ ചേർത്ത് ഒരുപാട് സമയം നമ്മൾ മൂപ്പിക്കേണ്ട ആവശ്യമില്ല. 1-2 സെക്കൻഡ് നേരത്തേക്കൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇതുകൂടാതെ നമുക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് ഇഷ്ടമാണെങ്കിൽ അതും കൂടി നമുക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം, ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഗോതമ്പൊടിയിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയില്ലാത്ത വിധം വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് തന്നെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇത്രയും കട്ടിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ലൂസാക്കരുത്, അങ്ങനെ ആകുമ്പോൾ ഇത് ശരിക്കും വെന്ത് കിട്ടാൻ കുറേ സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് വെള്ളം വളരെ കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് വാഴയില വെച്ചിട്ടുണ്ട്. വാഴയില ഇല്ലെങ്കിൽ നമുക്ക് പ്ലേറ്റിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മാവ് ഒഴിച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ മാവ് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് മൊത്തം ഒരേ സമയത്ത് ഒഴിക്കാതെ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള മാവും കൂടിയിട്ട് വീണ്ടും ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. വടങ്ങ് കട്ടിയിലാക്കരുത്, ഇതുപോലെ കുറച്ചൊരു മീഡിയം കട്ടിയിലാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ സ്റ്റീമറിലേക്ക് വെള്ളം ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലേറ്റ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു വാഴയിലയും കൂടി വെച്ച് ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. 15 മുതൽ 20 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. ഇനി നമുക്കിതൊരു കത്തി വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ഒട്ടിപ്പിടിക്കാതെ കിട്ടിയാൽ ഇത് റെഡിയാണ്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഇനി നമുക്കിതെടുക്കാം. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്കിത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം, ഇങ്ങനെയും ടേസ്റ്റി ആയിരിക്കും. അതല്ലാതെ നമ്മളിത് ഒന്നും കൂടി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. 2 രീതിയിലും നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഒട്ടും ഓയിലൊന്നും വേണ്ടാത്തവർക്ക് ഈ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്യാം. നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണത്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ പീസസും വെച്ച് ചെറുതായിട്ടൊന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്